അപ്പോൾ ഇന്ന് നാഗാസാക്കിയിലെത്തി അവിടുത്തെ ഒരു വ്യൂ പോയിന്റിലോട്ട് പോവാണ് കേട്ടോ. ഞാനും ഉണ്ട്, ജോമോനും ഉണ്ട്. ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തി. ഇതിൻ്റെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ലിഫ്റ്റ് ഉണ്ടായിരുന്നോ? ഇത് ഇവിടുത്തെ ഗാർഡൻ ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് മൊത്തം ഇവിടെ കോയി ഫിഷൊക്കെ ഉണ്ട്. ആദ്യത്തെ വ്യൂ പോയിന്റ് കാണാൻ പോണേ. നമ്മൾ ഷിപ്പ് ആ മൂലക്കൊണ്ട് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് ലിഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ലിഫ്റ്റ് കയറാണ്ട് താഴെ കൂടെ നടന്നാണ് വന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ മലയുടെ മുകളിലാണ്. ജോമാൻ വേർത്ത് കുളിച്ചു കേട്ടോ. ഇപ്പം തന്നെ 5 മിനിറ്റ് നടമ്പോൾ തന്നെ ജോമാൻ വേർത്ത് കുളിച്ച്. എനിക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്. ഇനി എങ്ങോട്ടാ? ഇനിയിപ്പോൾ ഇതിൽ കൂടി മുകളിലോട്ടാണ്. ആ കുഞ്ഞു വഴി. ആ കുഞ്ഞു വഴി ബാക്കി അല്ലേ? ഇത് ബ്ലൂബെറിയുടെ ചെടിയാണ് കേട്ടോ. ബ്ലൂബെറി ആയിട്ടുണ്ട് കേട്ടോ. അതേ ഞാൻ കഴിച്ചു കേട്ടോ. ആ നീ കഴിച്ചേ. ചത്ത് കഴിഞ്ഞാൽ അതൊരു വലയിട്ട് വെക്കൊന്നുമില്ലല്ലോ അല്ലേ? ആ വല്ല കിളികൾ വന്ന് കൊത്തായിരിക്കാൻ വേണ്ടിയായിരിക്കും. ചെറിയ വഴിയാണ്, ഒരു ബൈക്ക് പോകാനുള്ള ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക്. അതെ, സൈഡ് മൊത്തം സൂര്യകാന്തി പൂവാണ് കേട്ടോ. ആ നേരെ. അയ്യോ ആ നേരല്ലേ, ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. ബാ അവരുടെ മരങ്ങൾ കണ്ടോ, വെട്ടി ലെവൽ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുക. നാട്ടില് ചേരിക്കകത്തൊക്കെ പോകുന്ന എല്ലാം വൃത്തിയാക്കാല്ലേ? ചുറ്റുപാടൊക്കെ എന്ത് വൃത്തിയാക്കാം. ആ വീട് കാണിച്ചു. ഇവിടെ ആരുമില്ല കേട്ടോ. ആളുണ്ടോ? കഥ കടക്കുന്ന സൗണ്ട് കേട്ടോ. അടക്കുന്ന സൗണ്ട് കേട്ടു. തുണി വിരിച്ചിട്ടേക്കുന്നുണ്ട്. പുല്ല് പറിക്കാൻ മടിയുള്ളവരുടെ വീടാണ്. ആ ഇവിടുന്ന് ഈ ചെറിയ സ്റ്റെപ്പ് കയറിക്കോ. ഇതില്ലേ? ആ ഇനി കുഴപ്പമില്ല കേട്ടോ. വെയിലും ഇല്ല, നല്ല കാറ്റ്. ഇല്ല, ഇവിടുത്തെ ഒരു ടെമ്പിളാണ് കേട്ടോ. മൊത്തം കാട് പിടിച്ച് കിടക്കണം. എന്തോ 3 രൂപമുണ്ട്. അങ്ങനെ അതേ ജോമോൻ നമ്മുടെ മസിലളിയൻ ടീഷർട്ടൊക്കെ ഊരിയിട്ടുണ്ട് കേട്ടോ. ചൂടെടുക്കണമെന്നാണ് പറഞ്ഞത്. മറ്റിനകത്ത് പോയ പോലെ ഞാൻ പോവോ? നീ അത്രയ്ക്കും ഇറങ്ങുമെന്ന് വേണം. ഇത് എന്താണെന്ന് അറിയാത്തോണ്ട് ഞാൻ ഈ കല്ലെ ചവിട്ടി നിൽക്കുന്നു. ചെറിയൊരു കുഴി. മറ്റേ വർത്താനത്ത് മറ്റേ ഇതിനകത്ത് പോകുന്നത് ഒറ്റ പോകാതിരിക്കും താഴേക്ക്. ഇതേ മേളിലൊരു കുറെ രൂപം കൊടുത്തിട്ടുണ്ട് കേട്ടോ, പ്രതിഷ്ഠ പോലെ. ഇവിടെ വന്ന് പ്രാർത്ഥന ഉണ്ട്. അതാണ് മൊത്തം കല്ല് പണിയില്ലാണ്. ആ കണ്ടത്, ഇത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലുണ്ടാക്കിയാണ് കേട്ടോ. എടാ ഇവിടെ മൊത്തം ഇതുണ്ടല്ലോ. കുറേ ഉണ്ട് കേട്ടോ ആ രൂപം.
തിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ഉണ്ട് ഉണ്ട്. അവസാനം നമ്മൾ എത്തി കേട്ടോ. ആ കാണുന്നതാണ് വ്യൂ പോയിന്റ്. അതിൻ്റെ മേളിൽ കയറണം. ഇതാണ് ഇവിടുത്തെ മാപ്പ്. ഈ സ്ഥലത്താണ് ഷിപ്പ് കിടക്കണം. ഇതാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്ന സ്ഥലം. നമ്മൾ ഈ ചർച്ചും ഈ ഇതെല്ലാം ഗാർഡനെല്ലാം കഴിഞ്ഞിട്ടാണ് ടോപ്പിൽ ഇവിടെ എത്തിയത്. പിന്നെ പോകണം. അവസാനം നമ്മൾ ആ വ്യൂ പോയിന്റിലെത്തി. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, വലിയ ബ്രിഡ്ജ്. അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷിപ്പ് അകത്തോട്ട് കയറുന്നത്. ബ്രിഡ്ജ് പൊളി. ഇതവിടെ ഉണ്ട് നമ്മുടെ ഷിപ്പ്. ഇതാണ് ഇവിടുത്തെ നാഗസാക്കിലെ ഏരിയ മൊത്തം. പക്ഷേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം, ഹിസ്റ്ററി അതെനിക്കിഷ്ടമല്ല. ഒരു കാലത്ത് അമേരിക്കക്കാർ അണുബോംബിട്ട് നശിപ്പിച്ച് കളഞ്ഞ സ്ഥലമാണ് അവർ സെറ്റപ്പാക്കി ഉണ്ടാക്കി വെച്ചത്. ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയുമോ അവർ കുറേ നാൾ മുന്നേ ബോംബിട്ട് നശിപ്പിച്ച സ്ഥലമാണെന്ന്. എടാ ഓറഞ്ച് കളർ മുകളിൽ കാണുന്നതല്ലേ മ്യൂസിയം? അതെ. പിന്നെ ഏറ്റവും അറ്റത്തൊരു ഡാം കാണാം നമുക്ക്. ആ ഡാമിൻ്റെ കെട്ടല്ലേ കാണുന്നത്? അത് നിനക്ക് അറിയാവുന്നതാണെന്ന് ചുമ്മാ തള്ളിവിടുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ പറ്റില്ല അതിലെ ഡാമാണെന്ന്. ഇവിടെ താഴെയാണ് നമ്മൾ ആദ്യം വന്ന വ്യൂ പോയിന്റ്. എടാ നമ്മൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ കാണുന്നത്? അതെ തന്നെ. അത്ര ദൂരെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വേറെ വഴി കൂടെ പോവുകയാണ് കേട്ടോ താഴോട്ട്. ഇനിയിപ്പോൾ ജോമോൻ്റെ ചിലവാണെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയത്തില്ല, അവൻ അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഇതൊക്കെ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് അവൻ ചുമ്മാ തള്ളുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. രാഗിന് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയാമെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ക്ലെവറാണ്. എന്തോ ഇടയ്ക്ക് ഇങ്ങനത്തേക്ക് ബുദ്ധി, കുനിഷ്ഠ ബുദ്ധിയൊക്കെ വരും. അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പം ശരി, നേരെ ഷിപ്പിലോട്ട് പോകണം കേട്ടോ. അത് മാത്രമല്ല, അതിന് മുമ്പേ ജോമാൻ്റെ ചിലവുണ്ടെന്നാണ് പറയണത്. നടക്കോ ഇല്ലെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇല്ലേ നീ എങ്ങനെ മറന്നുപോയല്ലോ എന്ന് ഓർത്തിട്ടാ. നമ്മൾ നടക്കുന്ന വഴി തന്നെയാണ് കേട്ടോ ഈ ചെടി കണ്ടത്. ഇത് റോസ്മേരി എന്ന് പറയും, ഹെർബ്സ് ആണ്. റോസ്മേരി ആദ്യത്തെ വ്യൂ പോയിന്റ് എടുത്ത് കേട്ടോ. അവിടെ നടന്ന് പെട്ടെന്ന് എത്തി കേട്ടോ. 2 മിനിറ്റ് പോലും എടുത്തില്ല. കയറാനായിട്ട് സമയം എടുത്തെങ്കിലും ഇറങ്ങാനായിട്ട് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ജോമൻ പറഞ്ഞ വാക്ക് വലിക്കാൻ പോണു കേട്ടോ. ജോമൻ എന്തോ സാധനം ബുക്ക് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നുണ്ട്. Sorbet, okay. Here, no stuff. This one. അതെ, നമുക്ക് ഇത് രണ്ടും ഓർഡർ ചെയ്ത് ഷെയർ അടിക്കാം. അതെ, ഓക്കെ. കുറേ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ജപ്പാനിൽ ഓർഡർ ചെയ്യുന്നത്. നമ്മൾ കുറേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്ന്, ഇത് എന്നാണ്. ദിസ് വൺ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇതുപോലെയാണ് കുറേ എന്ന് പറയുന്നത്.
നമ്മൾ പൈസ കൊടുക്കാൻ പോവാണ്. 1400 yen എന്നാണ് കേട്ടോ. അതായത് നാട്ടിൽ ഏതാണ്ട് നാട്ടിൽ ഏകദേശം ഒരു 600-700 സംതിങ് ആണ്ട് വരും തോന്നുന്നു. അങ്ങനെ അവൻ ചില്ലറയാണ് കേട്ടോ. ടു മച്ച് കോയിൻ. 100, 200, 300, 400, 500, 600. അങ്ങനെയല്ല, അങ്ങനെ ഒട്ടും പറ്റില്ല. 1100. അതിങ്ങനെ അതിങ്ങനെ അങ്ങനെയല്ല, ചില്ലറ കൊടുക്കും. ചില്ലറ കൊടുക്കാം. 400. ഓക്കെ. അത് ഇതുണ്ട് 500 നോട്ട്. നോട്ടെന്നല്ല, ചില്ലറ കോയിനാണ് പറയുന്നത്. 500 കോയിൻ. 50 yen. 500 കാണിച്ചു കൊടുത്തില്ലേ? 500 കാണിച്ചു. ഇത് 10. പിന്നെ അതുപോലെ ജപ്പാനിൽ ഡൈസോ എന്നൊക്കെ പറയുന്ന $1 ഷോപ്പുകളുണ്ട്. അതായത് ഈ ഒരു കോയിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് ഐറ്റം എടുത്താലും 100 yen ആയിരിക്കും അതിൻ്റെ വില. ഈ ഒരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഐറ്റം എടുക്കും. ജപ്പാൻ ഭയങ്കര സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമാണ് ജപ്പാൻ. ഇല്ലേ? അതെ. പക്ഷേ ഇവിടെ ഒരു 4 മാസത്തേക്ക് സാധനം റെഡിയായി കേട്ടോ. നമ്മുടെ സാധനം അതൊന്ന് ഷൂട്ട് ചെയ്തത്. അരികാത്തോ ഗോസൈമാസു. കിവി, ഇത് മാംഗോ. രണ്ട് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൺ ആണോ? ഫ്രോസൺ. അപ്പോൾ ടലടിക്കണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല മധുരമാണ്. നിനക്ക് വേണ്ടി കിവി മേടിച്ചല്ലോ. നിനക്ക് 2 കണ്ടു കേട്ടോ. ഇതും കഴിക്കാം. 2 മേടിച്ചാൽ നമുക്ക് 2 ടേസ്റ്റ് ചെയ്യാമല്ലോ. അത് ഞാൻ വല്ലതും പറഞ്ഞ എനിക്ക് വിഷമമൊന്നും ആവില്ല. അവൻ എനിക്ക് കിവി മേടിച്ചിട്ടുണ്ടോ, മാംഗോ മേടിച്ചു തന്നു. ഒരു വിഷമം വരരുത്, നമുക്ക് അത്രേ ഉള്ളൂ. ഇത് പിടി. എല്ലാം കൂടെ എങ്ങനെ പിടിക്കുന്നു? ഇവിടെ എന്തുവാ വെള്ളം വേണ്ടേ? അങ്ങനെ ജപ്പാനീസ് കോയി, പക്ഷെ ജീവനില്ലാത്ത. ഇത് കരകൗശല വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ വിൽക്കുന്ന ഒരു കടയാണ്. അതെ, എന്താ വേണ്ടേ? ഇത് ഗ്രീൻ ടീ ആണ്. അത് വേണ്ട, അതിന് ചെറിയൊരു കയ്പുണ്ട്. ക്ഷീറോ നിനക്ക് ഞാൻ മേടിച്ച് തരാം, പക്ഷെ നമ്മൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എനിക്ക് വാട്ടർ എടുക്കും. നമ്മൾ ആദ്യം കാശ് ഇതിനകത്ത് നമ്മൾ പൈസ ഇടും. അപ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ കാണും. അപ്പോൾ നമുക്ക് 270 ഉണ്ട്. അതിൻ്റെ അകത്ത് ഇട്ടു. ആദ്യത്തെ വട്ടം നമ്മൾ 500 എടുക്കത്തില്ലായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. അവസാനം 100 ഇട്ടു. സാധനം എത്തി. ബാലൻസും വന്നു. ബാലൻസ് വന്ന പൈസ ഒന്നും കൂടി ഇടുകയാണ്. 100 ഇട്ടു. 100ആയി. 150. 150. എന്നിട്ട് നമ്മളൊരു വെള്ളം, നാച്ചുറൽ മിനറൽ വാട്ടർ വന്നു. അതും വന്നു. നമുക്ക് വന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി 20 യെന്നും വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുക, പോക്കറ്റ് ഇടുക, നമ്മൾ ഡ്രിങ്ക്സ് എടുക്കുക. അത് മറക്കരുത് ഗൈസ്, പൈസ എടുത്തിട്ട് പോകരുത്. പകരം നമ്മൾ കുടിക്കാനുള്ള സാധനം എടുക്കുക. കുടിക്കും. ചായ കൂടെ